ഒരു കമ്പനി ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എമൗണ്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലൊരു കോൺട്രിബ്യൂഷൻ നടക്കണം. മാത്രമേ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഈ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മെഷേഴ്സാണ് ഉപയോഗിക്കുന്നത്. എക്കണോമിക് വാല്യൂ ആഡഡും മാർക്കറ്റ് വാല്യൂ ആഡഡും. എക്കണോമിക് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ EVA, മാർക്കറ്റ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ MVA. EVA 2 രീതിയിൽ കണ്ടുപിടിക്കാം. EVA ഈസ് ഈക്വൽ ടു നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അല്ലെങ്കിൽ അടുത്ത മെത്തേഡാണ് EVA ഈസ് ഈക്വൽ ടു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അടുത്ത മെത്തേഡ് EVA ഈസ് ഈക്വൽ ടു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന EVA ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എമൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് MVA? മാർക്കറ്റ് വാല്യൂ ആഡഡ്. ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ EVAs. ഒരു ഫേമിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ അതിൻ്റെ ബുക്ക് വാല്യൂവിനേക്കാൾ കൂടിയിരുന്നാൽ അതിനെ പോസിറ്റീവ് MVA എന്ന് പറയും. മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം എങ്ങനെയാണ് കാണുന്നത്? ഇറ്റ് ഈസ് എ സം ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ്. ഇക്വിറ്റിയുടെയും ഡെറ്റിൻ്റെയും മാർക്കറ്റ് വാല്യൂവിൻ്റെ സം ആയിരിക്കും മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. ഇങ്ങനെ കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂവിനേക്കാൾ കൂടിയിരുന്നാൽ അതിനെ പോസിറ്റീവ് MVA എന്നാണ് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂവിനേക്കാൾ കൂടിയിരുന്നാൽ അതിനെ പോസിറ്റീവ് MVA എന്നും മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂവിനേക്കാൾ കുറഞ്ഞിരുന്നാൽ അതിനെ നെഗറ്റീവ് MVA എന്നുമാണ് പറയുന്നത്. പോസിറ്റീവ് MVA ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിലേക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്കണോമിക് വാല്യൂ ആഡഡും മാർക്കറ്റ് വാല്യൂ ആഡഡും കണ്ടുപിടിക്കുന്നത്. എക്കണോമിക് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി MVA കണ്ടുപിടിക്കുന്നത് മാർക്കറ്റ് വാല്യൂവും ബുക്ക് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ടാണ്.